ഫ്രണ്ട്സ്, എൻ്റെ കഴിഞ്ഞ വീഡിയോ എല്ലാം കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്തവർക്കും അതുപോലെ കമൻ്റ് അയച്ചവർക്കും എല്ലാവർക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എല്ലാവരും കമൻറ്റും എല്ലാം കണ്ടപ്പോൾ ഞാനിന്ന് ഒരു കുഞ്ഞു ഫ്രോക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പെറ്റിക്കോട്ടിൻ്റെ വീഡിയോയിൽ കണ്ടവർക്ക് ഇത് വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ ഒരു 6 വയസ്സ് അല്ലെങ്കിൽ 5 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടീൻ്റെ ഒരു ഫ്രോക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ഒരു ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് വെച്ചാൽ 30 ഇഞ്ചാണ്. അപ്പോൾ 30 ഇഞ്ചിൻ്റെ അതിൽ നിന്ന് ബോഡി ലെങ്ത്ത് 10 ഇഞ്ചും അതും മൈനസ് ആക്കിയിട്ട് 20 ഇഞ്ചാണ് ഞാനിവിടെ സ്കേർട്ടിൻ്റെ നീളം കിട്ടുന്നത്. അപ്പോൾ ഇതാ 20 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് 21.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് വീതി കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ എന്താ പറയുക ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 22 ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട്. ഏത് ബോഡിൻ്റെയാണ്, ബോഡിൻ്റെ വേസ്റ്റ് റൗണ്ട് അതിൻ്റെ 3 ഇരട്ടിയാണ് ഞാനിവിടെ എടുത്തത്. 3 ഇരട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 22 ഇൻറ്റു 3 66, പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 67 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ 67 ഇഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ പകുതി 2 തുണിയില്ലേ, ലെയറായിട്ടല്ല തുണി വെച്ചത്. അപ്പോൾ 67ൻ്റെ നേരെ പകുതിയാണ് ഇതിൻ്റെ വീതി വരുന്നത്. 67ൻ്റെ നേരെ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 33.5 അല്ലേ വരിക. 33.5 വീതിയും 21.5 നീളവുമുള്ള തുണിയാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾ ടേപ്പ് വെച്ച് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ കൂടെ നമ്മുടെ ബോഡി പാർട്ടിനുള്ള തുണി ബാക്കി ബാലൻസ് ഉണ്ടോ എന്നും കൂടി നമ്മൾ നോക്കണേ. അപ്പോൾ ഇതാ എൻ്റെ സ്കേർട്ട് പോർഷൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുഴുവൻ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ നിങ്ങൾക്കറിയുന്ന കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാ ഇപ്പോൾ എൻ്റെ ഈ ഉടുപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വരിക. മേലൊരു പിങ്കും അടിയിൽ ഒരു ബ്ലാക്കും പിങ്കിഷ് ആയിട്ടുള്ള കളർ. ഇത് സംഭവം ഈ ഒരു തുണി 2 സൈഡ് ഇട്ടാലും നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ 2 കളർ വരുന്നൊരു തുണിയാണ്. അങ്ങനെ ഇതാണ് നമ്മൾ ബോഡി പാർട്ടിനും അതുപോലെ എന്താ പറയുക ഈ ഒരു ബോ ചെയ്യുന്നുണ്ട് അതിനും എല്ലാത്തിനും കൂടിയിട്ടുള്ള തുണി ഈ ഒരു പീസേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് മെഷർമെൻറ്റ് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് എടുക്കാം. ഫുൾ ലെങ്ത്ത് എങ്ങനെയാണ് വരുന്നത് ഞാൻ കാണിച്ചു തരുന്നതാണ്. എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നതല്ല കാണിച്ചത്, അത് ഫുൾ ലെങ്ത്ത് കാണിക്കാൻ വെച്ചാൽ ഇങ്ങനെയാണ് 30 ഇഞ്ച് വന്നത് എനിക്ക്. ഫുൾ ഷോൾഡർ മുതൽ താഴെ വരെയുള്ള നീളമാണ് 30 ഇഞ്ച്. അതേപോലെ ഷോൾഡർ മുതൽ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് വെച്ചാൽ അവിടെ ഒരു കട്ട് വരുന്നല്ലോ, ഈ നമ്മുടെ സ്കേർട്ട് യോജിപ്പിക്കുന്ന കട്ട്, അവിടെ വരെയുള്ള റൗണ്ടാണ് 10 അല്ല, അവിടെ വരെയുള്ള നീളമാണ് 10 ഇഞ്ച്. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഞാൻ ഇപ്പോൾ 30 ഞാൻ നേരത്തെ പറഞ്ഞ കണക്കതാണ്. 30 നിന്ന് 10 മൈനസ് ആക്കിയിട്ടല്ലേ 20 എടുത്ത് നമ്മുടെ സ്കേർട്ട് പോർഷന്. ഇങ്ങനെ അളക്കുന്ന നേരം 12 ഇഞ്ച് കിട്ടുന്നോ നോക്കാൻ. എന്താ വെച്ചാൽ ചെസ്റ്റ് റൗണ്ട് എനിക്ക് 24 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇത് 12 ഇഞ്ചിന് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് മടക്കാം. അപ്പോൾ ഒരു പോർഷന് 12 ഇഞ്ചല്ലേ വരൂ. അപ്പോൾ 2 പോർഷൻ കൂട്ടിയാലല്ലേ 24 ഇഞ്ച് കിട്ടേണ്ടത്. അപ്പോൾ 12 1 13 14 ഇഞ്ച് ഇത് വരുന്നുണ്ട്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് എന്ന് വെച്ചാൽ ഈ 2 കൈയിൻ്റെ 2 കോർണർ തൊട്ടിട്ടുള്ള വശങ്ങളാണ് ചെസ്റ്റ് റൗണ്ട് നിന്നിരുന്നത്. അതേപോലെ ഇത് ബോഡി ലെങ്ത്ത് എന്ന് വെച്ചാൽ ഷോൾഡർ തൊട്ടിട്ട് ഈ ഒരു വേസ്റ്റ് റൗണ്ട് വരെയുള്ള ലെങ്ത്തുമാണ് ഇത്. അപ്പോൾ നമുക്ക് അതും അടയാളപ്പെടുത്താം കേട്ടോ. ബോഡി ലെങ്ത്ത് ഇതിൽ 10 ഇഞ്ചാണ് വന്നത്. അപ്പോൾ 1/2 ഇഞ്ച് മേലിൽ തയ്യൽ തുമ്പും 1/2 ഇഞ്ച് താഴെ, അങ്ങനെ 11 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ 11 ഇഞ്ചിൻ്റെയാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പോർഷനായി. ഇപ്പോൾ ഒരു പക്ഷേലായിട്ടുള്ളൂ, ഇപ്പോൾ ഒരു ഫ്രണ്ട് പീസ്. അപ്പോൾ ബാക്ക് പീസും കൂടി വേണ്ടേ, അതിനെ നമുക്ക് മടക്കാം. എങ്ങനെയാണ് ഞാൻ കാണിച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ വരയുന്നുണ്ട്, പക്ഷേ ഇതിൽ ക്യാമറയിൽ ക്ലിയർ ആകുന്നില്ല വര കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നത്. എങ്ങനെ മടക്കിയെന്ന് നോക്കി ഇങ്ങനെ എടുത്ത് നമ്മൾ ഇതിൻ്റെ വീതി നോക്കി. അപ്പോൾ 12 ഇഞ്ചിൽ കൂടുതലുള്ളത് കൊണ്ട് എന്ന് വെച്ചാൽ ബോഡി പോർഷൻ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഒരു ബോഡി പോർഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടും. 12 ഇഞ്ച് നമുക്കിപ്പോൾ 24 ഇഞ്ചിൻ്റെ നേരെ പകുതി 12, അപ്പോൾ 14 ഇഞ്ചോളം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മടക്കിയത്. എന്നിട്ട് നേരെ ഞാൻ വരണിട്ടില്ലേ 11 ഇഞ്ച് വെച്ചിട്ട് ഞാൻ വരണ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അവിടുന്ന് മടക്കിയെടുക്കാം. ഇങ്ങനെ മടക്കുക കേട്ടോ. മടക്കി അപ്പോൾ അളവ് തെറ്റുന്നുണ്ടോയെന്നും കൂടി നോക്കണേ. ഇതിപ്പോൾ കറക്റ്റ് ഇതിൽ നിൽക്കുന്ന തുണിയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. നമുക്ക് ഈ ബോഡി പാർട്ട് മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മനസ്സിലാകത്തേണ്ട പറയരുത്. ഞാൻ ഇപ്പോൾ എനിക്ക് മുറിക്കാനേൽ അപ്പുറത്തെ സൈഡിലായതുകൊണ്ട് അങ്ങനെ ഇതാക്കിയേ അവിടുന്ന് മുറിച്ചു കേട്ടോ. അതേപോലെ ഈ തുണി അപ്പുറം ഇപ്പുറം മറച്ച് വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്യുന്ന നേരം ശ്രദ്ധിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കി കളിക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് നെക്കും ആം റൗണ്ടും എല്ലാം ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. ഓക്കെ,
ഫസ്റ്റ് ഞാൻ അടയാളപ്പെടുത്തുന്നത് ഷോൾഡറാണ്. അപ്പോൾ ഷോൾഡർ എങ്ങനെ കിട്ടുക? നിങ്ങൾ ഒന്നുകിൽ നമ്മൾ ഉടുപ്പ് വെച്ചിട്ട് ഷോൾഡർ നമുക്ക് നോക്കാം, അളന്ന് നോക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ടിൻ്റെ 1/4 ഭാഗം 24 അപ്പോൾ അതിൻ്റെ 1/4 ഭാഗം 6 ഇഞ്ചാണ്. അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 5 ഇഞ്ച്. അതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഷോൾഡറും ആം റൗണ്ടും. അപ്പോൾ അത് രണ്ടും ഞാൻ അടയാളപ്പെടുത്തി കൊടുത്ത് ഇനി ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് 24 നേരെ പകുതി 12. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ 4 വശമല്ലേ വരുന്നുള്ളൂ, 6 ഇഞ്ച്. നമുക്കിപ്പോൾ 6 ഇഞ്ച് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് പുറമെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇത് നോക്കിയാൽ കറക്റ്റ് പീസല്ലേ ഉള്ളത്. ഇതാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട്. ഞാൻ കാണിച്ചു തരാമെന്ന് പറ്റില്ലേ. അപ്പോൾ ഇതൊരു എന്താ പറയുക എലാസ്റ്റിക് വെച്ച ഒരു ഉടുപ്പായത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വലിഞ്ഞ് കളിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ കാണിച്ചു തരാനുള്ളൊരു ഉടുപ്പായിട്ട്. അതാണ് വേസ്റ്റ് റൗണ്ട്. അപ്പോൾ വേസ്റ്റ് റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെസ്റ്റ് റൗണ്ടിനേക്കാളും കുറച്ച് കുറവായിരിക്കും. അപ്പോൾ വേസ്റ്റ് റൗണ്ട് വരുന്നത് ഇതും 1/4 ഭാഗമാണ് കേട്ടോ ഞാൻ അടയാളപ്പെടുത്തുന്നത്. വേസ്റ്റ് റൗണ്ട് ടോട്ടലി 22. അതിൻ്റെ നേരെ പകുതി 11. ഒരു വശം 11 വരിക. അപ്പോൾ ഇതിൻ്റെ 1/4 ഭാഗമല്ലേ വരിക, 5.5 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തിയത്. അതുപോലെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് സ്കെയിൽ വെച്ച് വരഞ്ഞു കൊടുക്കാം. അത് ഇനി നമുക്ക് നെക്കല്ലേ വേണ്ടേ. ഞാൻ പെറ്റിക്കോട്ടിന് ചെയ്ത് 4.5 ഇഞ്ചാണ് നെക്ക് ചെയ്തത്. അപ്പോൾ പെറ്റിക്കോട്ടിന് കുറച്ച് താവ് കൂടുതലല്ലേ ഉണ്ടാവുക. ഇതിപ്പോൾ ഒരു സ്റ്റാൻഡേർഡായിട്ട് കുട്ടികൾക്ക് 4, ഒരു 5-6 വയസ്സുള്ള കുട്ടികൾക്കെല്ലാം ഒരു 4 ഇഞ്ച് വേണ്ട. 4 ഇഞ്ചും 2 ഇഞ്ച് വിഡ്ത്തും ഉള്ള ഒരു കഴുത്താണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കഴുത്തും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് കേവാക്കി കൊടുക്കണ്ടേ. കഴുത്തിതാ ഇവിടുന്ന് ചെറുങ്ങനെ ഒന്ന് കേവാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കഴുത്തിൻ്റെ ആയിക്കോട്ടെ എല്ലാം കേവ് ചെയ്യുന്ന എല്ലാം ഞാൻ വിശദമായിട്ടുള്ള വേറൊരു കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് കാണാത്തവരെല്ലാം അത് കണ്ട് നോക്കാം. നമുക്കിതാ ആം റൗണ്ട് നമുക്ക് കേവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ആം റൗണ്ടിൻ്റെ നേരെ പകുതി എടുത്ത് അടയാളപ്പെടുത്തി, അതിന് ശേഷം ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് 1 കിട്ടുന്നത്. അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് കേവാക്കി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് നോക്കണേ. പിന്നെ നമ്മുടെ ഷോൾഡറും 1/2 ഇഞ്ച് താഴ്ത്തിയിട്ടൊന്ന് ഷേപ്പാക്കി ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് നെക്ക് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ലല്ലോ, അത് 3 ഇഞ്ചാണ്. അപ്പോൾ 3 ഇഞ്ച് ബാക്ക് നെക്കും അടയാളപ്പെടുത്തി അതൊന്ന് കേവാക്കി കൊടുക്കുക. അങ്ങനെ എൻ്റെ ഇപ്പോൾ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ബാക്ക് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാനിത് ചിലവർ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും വിശദമായിട്ട് പറയുന്നത്. എന്നാലും ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടെന്ന് പറയുന്നത്. പിന്നെ 2 തുണിയും തമ്മിൽ യോജിച്ചിട്ടുള്ള അത് ഞാൻ 2ഉം കൂടി സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഷോൾഡർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഒന്ന് കുറച്ച് ഇതാക്കുന്നില്ല, ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആം റൗണ്ടും കൂടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോൾ തുണി നീങ്ങിപ്പോവാതെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് കട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആം ഹോള് നമ്മൾ കുറച്ചും കൂടി ഒന്ന് താഴ്ത്തി കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഫ്രണ്ടിലുള്ള ആം ഹോളില്ലേ, നമ്മളിപ്പോൾ ബാക്കിലുള്ള ആം ഹോളും ഫ്രണ്ടിലുള്ള ആം ഹോളും വ്യത്യസ്തമുണ്ടാനി. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ഒരു 1/4 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ലൈക്ക് ചെയ്യാത്ത എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ന്യൂ ബോൺ ബേബീസിനൊക്കെ ആണെങ്കിൽ ഒരേ ലെവലിൽ വരും. ബാക്കി എല്ലാ കുട്ടികളുടെയും നമ്മൾ കട്ട് ചെയ്യുന്നേരം കുറച്ചൊരു 1/4 ഇഞ്ചെങ്കിലും കുഴിക്കണം. അതേപോലെ ഫ്രണ്ട് നെക്കും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നുവെച്ചാൽ 2 കൂടി ഒരുമിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കും ഫ്രണ്ടും ഒരേ ലെവലിലായി പോകും. അതുകൊണ്ടാണ്. അങ്ങനെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ലാസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ വെച്ച് പിങ്ക് മേലയിലും അതുപോലെ ബ്ലാക്ക് വശം നമ്മൾ സ്കേർട്ട് പോർഷനും വരുന്ന രീതിയിലായിട്ട് ആക്കാമെന്നാണ് വിചാരിച്ചത്. ഇനി നമുക്കിതിൻ്റെ ബോ കട്ട് ചെയ്യണം. അതുപോലെ ഇത് ക്രോസ് പീസും കട്ട് ചെയ്യണം കേട്ടോ. അതിനാകെയുള്ള തുണി ഈ ഒരു പീസേ, എടുത്ത തുണിയിൽ ഈ ഒരു പീസ് മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനെ കൊണ്ട് അതും കൂടി നമുക്ക് തയ്യാറാക്കാം. ഇത് കറക്റ്റ് പീസാണ് കേട്ടോ. അപ്പോൾ ബോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ചെറിയൊരു ബോ ആണ് ഇത് കട്ട് ചെയ്യുന്നത്. 4 ഇഞ്ച് വീതിയും 4 ഇഞ്ച് നീളവുമുള്ള ഒരു ബോ ആണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട വെച്ചാൽ നമ്മൾ ക്യാൻവാസ് ഇല്ലേ, ചുരിദാറിനെല്ലാം വെക്കുന്നത്. അപ്പോൾ ക്യാൻവാസ് എടുത്ത് ഒരളവിൽ നമുക്ക് ഏത് അളവിനാണോ വേണ്ടത് അതായിരിക്കണം ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇഷ്ടാനുസരണം ഇപ്പോൾ വലുതുവാണെങ്കിൽ വലുതാക്കാം, ചെറുതുവാണെങ്കിൽ ചെറുതാക്കാം. അപ്പോൾ തുണിയിൽ കട്ട് ചെയ്യുന്നതല്ല, ആദ്യം തന്നെ ക്യാൻവാസിൽ നമ്മൾ കറക്റ്റ് അളവ് കട്ട് ചെയ്യുക. എന്നിട്ട് തുണിയിൽ നമ്മൾ അടിക്കുന്ന നേരം കറക്റ്റ് ക്യാൻവാസ് ഏതളവാണോ
ആ അളവിൽ തന്നെ നമുക്ക് ബോ കിട്ടും കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ തുണി ബാലൻസുള്ള ഇത്രയേ ഉള്ളൂ. നോക്കുന്നേരം എല്ലാത്തിനും കറക്റ്റ് ഉണ്ട് കേട്ടോ തുണി. ഞാൻ ആദ്യം ഒന്ന് പേടിച്ച് വെച്ചിട്ടുണ്ട്, തുണി എത്തുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഇതിലെപ്പോലും ചെയ്യുന്നേരം നോക്കുന്നേരം കറക്റ്റാണ്. ഇതിന് വേണ്ട വെച്ചാൽ നോക്ക്, ഈ ഒരു ക്യാൻവാസും കഴിച്ചിട്ട് ബാക്കി സൈഡ് അടിക്കാനുള്ള ഈ ഒരു തുണി മാത്രമാണ് വേണ്ടു. അപ്പോൾ നമുക്ക് നല്ലൊരു ബോ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനുള്ളത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വരിക. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബാക്കി ബാലൻസ് ഉണ്ടോ അവിടെ ഫുള്ളായിട്ട് ഒന്ന് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ അടിക്കുന്നതെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഇത് ഫസ്റ്റ് ഈ ഒരു ഫ്രോക്കിൻ്റെ പാർട്ട് 1 ആണ്. അപ്പോൾ പാർട്ട് 2 ആയിട്ട് അടുത്തതിൽ ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാം. അപ്പോൾ ക്രോസ് പീസ് കട്ടിങ്ങിൻ്റെ വിശദമായ വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരെല്ലാവരും ഒന്ന് പോയിട്ട് കാണണേ. ഇതിങ്ങനെ ക്രോസ് ആക്കിയിട്ട് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ക്രോസ് പീസ് വേണ്ടത് വെച്ചാൽ ഞാൻ വിചാരിച്ച് കഴുത്തും കയ്യും എല്ലാം നമുക്ക് പൈപ്പിംഗ് കൊടുക്കാം. എന്ന് വെച്ചാൽ പെറ്റിക്കോട്ടിനെ നമ്മൾ മടക്കി അടിക്കല്ലേ അപ്പോൾ ഇത് നമ്മൾ മടക്കി അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു പെറ്റിക്കോട്ടനായി മാറും. അപ്പോൾ ഈ പെറ്റിക്കോട്ടിൽ നിന്ന് ഈ ഉടുപ്പിലേക്കൊരു മാറ്റം വരുന്നതെന്ന് വെച്ചാൽ കഴുത്തിന് പൈപ്പിങ്ങും അതുപോലെ താവ് നമ്മൾ ചുരുക്കില്ലേ അതിന് പിന്നെ കുറച്ച് ലിമിറ്റഡ് ചുരുക്കേ ഉണ്ടാവും. ഇതിന് ഫുള്ളായിട്ട് ചുരുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലീറ്റാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഫുള്ളായിട്ട് പ്ലീറ്റും കൂടിയും കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിൽ വ്യത്യാസം വരുന്നത് കേട്ടോ. എന്നിട്ട് അങ്ങനെ നമ്മളിപ്പോൾ അയൺ ചെയ്തെടുത്ത് ഇപ്പോൾ ക്യാൻവാസ് നമുക്ക് ആ ഒരു തുണിയിൽ അയൺ ചെയ്തെടുക്കാം. അങ്ങനെ ഈ കട്ടിങ്ങിൻ്റെ വീഡിയോ പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുഴുവൻ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ആക്കുക. ലാസ്റ്റ് റിസൾട്ട് ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് മറ്റന്നാൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.